മാത്രമേ ഉള്ളൂ. അവൻ കേറിയ ഗ്യാഗല്ല രണ്ടായതാന്നല്ലേ പറയുന്നത്. പോവാ ഒന്ന് പറഞ്ഞോട്ടെ ബ്രാവോ, ഒരു സെക്കൻഡ്. ഞാൻ കമന്റ് ഒന്നും നോക്കുന്നില്ല, ഞാൻ ഇരുന്ന് പറയാ. പിന്നെ നിങ്ങൾ കുറച്ച് പേര് പറയുന്നുണ്ട് ഫെയിം നോക്കിപ്പോയി. ഇത്രയും പേര് ഇപ്പൊ എന്നെ ഇരുന്ന് തെറി വിളിക്കുന്നത് എന്തുകൊണ്ടാ? നിങ്ങൾ അറിയാവുന്നുണ്ടോ? എനിക്ക് ഇവിടുന്ന് ഫെയിം കിട്ടിയതൊന്നും പറയുന്നില്ല. അതുകൊണ്ട് തന്നെയല്ലേ ഇത്രയും പേര് ഇരുന്ന് തെറി വിളിക്കുന്നത് തന്നെ. അതിലൊന്നും എനിക്കൊരു പ്രശ്നമൊന്നുമില്ല. പിന്നെ ഫെയിം പൈസ നോക്കിപ്പോയി. എടാ, എൻ്റെ അടുത്ത് ഓൾറെഡി അവിടെ നിന്ന് ഒരു പി സിയുടെ കാര്യം പറഞ്ഞു. അത് ഷെയ്ക്കും ഇന്നലെ ലൈവിൽ പറഞ്ഞു പി സിയുടെ കാര്യം. പി സി കിട്ടുമെന്ന് ഇത്ര ഉറപ്പുള്ള ഗ്യാങ്ങിൽ നിന്ന് എനിക്ക് ഇറങ്ങേണ്ട ആവശ്യം എന്താ? ഫെയിം പൈസയ്ക്ക് വേണ്ടിയാണെങ്കിൽ ഇറങ്ങേണ്ട ഒരു ആവശ്യമില്ല എനിക്ക്. നിങ്ങളത് ആലോചിച്ച് നോക്ക്. ഫെയിമിനും പൈസയ്ക്കും വേണ്ടി മാത്രമൊന്നുമല്ല ഇറങ്ങുന്നത്. ഇത്രയും ഗ്രൈൻഡ് ചെയ്തിട്ട് എനിക്ക് ഇനിയും അങ്ങനെ ഒരു സ്പ്ലിറ്റിലോട്ടൊന്നും പോകാൻ വയ്യ. ഞാൻ വി സിയിലോട്ടൊന്നും. ഹലോ, സംസാരിക്കേ പറഞ്ഞ കുറെയൊക്കെ പറഞ്ഞു കാര്യങ്ങൾ. പറഞ്ഞെല്ലാം പറഞ്ഞു തീർന്നോ? അല്ല, ഇവിടെ എല്ലാവരും പറയുന്നുണ്ട് മറ്റേ ഫെയിമിന് വേണ്ടി പോയി. എടാ, ഇവിടെ ഫെയിം ഉണ്ട്. ഫെയിം ഉള്ളതുകൊണ്ടല്ലേ നിങ്ങൾ ഇത്രയും പേര് ഇപ്പം വന്നിരുന്ന് തെറി വിളിക്കുന്നത്. സപ്പോർട്ട് ചെയ്യാനാണെങ്കിൽ തെറി വിളിയാണെങ്കിലും ഇത്രയും നാൾ അറിഞ്ഞുകൊണ്ടല്ലേ വിളിക്കുന്നത് നിങ്ങൾ വന്ന്. ഓൾറെഡി പറഞ്ഞു ജയിക്കുമെന്നല്ല ലൈവിൽ പറഞ്ഞു പി സിയുടെ കാര്യമൊക്കെ. അങ്ങനെ പി സി കിട്ടുമെന്ന് ഇത്ര ഉറപ്പുള്ള ഒരു ഗ്യാങ്ങിൽ നിന്ന് ഇറങ്ങേണ്ട എന്താ ആവശ്യം എനിക്ക്? അത് മാത്രമാണ് ഞാൻ നോക്കുന്നതെങ്കിൽ. വേറെ ഒന്നും ഇല്ല പറയാം. ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇതൊന്നും പ്ലേയേഴ്സ് എന്ന രീതിയിൽ എനിക്ക് ഈ വീട്ടിൽ നിന്നുള്ള ഇതൊക്കെ ഭയങ്കര കാര്യമാണ്. ചെറുക്കൻ കാര്യം പറയട്ടെ. കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷം കറക്റ്റ് അല്ലെങ്കിൽ ഹായ് ഹായ്. വെറുതെയാണ്. നെഗറ്റീവ് വൈബ് ഇരുന്ന് കളിക്കുന്ന കാര്യം ഇത്രയും നാൾ അവരൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല എന്നെ. മീൻസ് ലൈവ് ഇടാതെ ഞാൻ ഇഷ്ടംപോലെ മാസം ഇരുന്ന് ഗ്രൈൻഡ് ചെയ്തതാണ്. ആ ടൈമിലും വീട്ടിൽ നിന്നാണെങ്കിലും എവിടെ നിന്നാണെങ്കിലും എനിക്ക് ഫുള്ള് സപ്പോർട്ടായിരുന്നു. ഹലോ 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 ഹായ്, ഹായ്. എന്താണ് അപ്പാ പരിപാടി? എന്താ ബ്രോ, പുതിയ ആളാണല്ലോ, മനസ്സിലായല്ലോ ആരാ അത്? എന്റെ പേര് ഇറ്റാച്ചി. ഓ ഇറ്റാച്ചി. ഹായ് ബ്രോ, ഹായ്. നൈസ് ടു മീറ്റ് യു. നൈസ് ടു മീറ്റ്. അലക്സ ലൈവ് ആയിരുന്നു. അപ്പം അവന്റെ കമന്റിൽ മൊത്തം എന്തായിരിക്കും ഊഹിക്കാലോ. അറിയാം. അത് ഇവിടെ വന്നായിരുന്നു കുറച്ചു പേര്. ആണോ? എടാ, ഞാന് ഇപ്പൊ കുറച്ച് കാണുന്നവരോട് കുറച്ച് കാര്യങ്ങൾ ഞാൻ ചോദിക്കാം. അതായത് ഈ ഡബിൾ സ്റ്റാൻഡേർഡ് പരിപാടി ശരിയല്ല. ഡബിൾ സ്റ്റാൻഡേർഡ് പരിപാടി ഒട്ടും ശരിയുള്ള കാര്യമല്ല. കാരണം MRCയിൽ ഓരോ പ്ലേയേഴ്സിനെ എടുത്തത് പല ഗ്യാങ്ങിൽ നിന്ന് വിളിച്ചിട്ടാണ് ചെന്നത്. അന്ന് അവരവിടെ ചെന്നപ്പോഴത്തേക്ക് അവർക്ക് നല്ല ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ പറ്റി എന്ന് പറഞ്ഞ ആൾക്കാർ അവിടുന്ന് ഒരാൾ പോകുന്നതിന് എന്തിനാണ് ഇത്ര ദേഷ്യം? എന്തിനാണ്? എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കറക്റ്റ്. മാലിക്കിനെ KVന്ന് എടുത്തു. അന്ന് പറഞ്ഞ റീസൺ എന്താ പറഞ്ഞേ? അന്നെന്തോ റീസൺ പറഞ്ഞായിരുന്നല്ലോ. അന്നെന്തോ റീസൺ പറഞ്ഞു, എന്താ അവർക്ക് ബെറ്റർ ഓപ്പർച്യൂണിറ്റി കിട്ടി, അതുകൊണ്ട് അവർ വന്നു. അതിന് നിങ്ങളിങ്ങനെ എന്താണ് പറയുക, ഹെയ്റ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നൊരു സംഭവം പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് ക്വാർട്ടറിനെ അങ്ങോട്ട് റിക്രൂട്ട് ചെയ്തു. അപ്പോഴും പറഞ്ഞത് സെയിം കാര്യം തന്നെയല്ലേ? സത്യം അല്ലേ? ഇവന് ബെറ്റർ ഓപ്ഷൻ കിട്ടിയപ്പോ നിങ്ങൾക്ക് കടി. ഇവന് വെറുതെ അവനിപ്പം അവിടുന്ന് കമ്മിറ്റ്മെന്റ് ഇല്ലാത്തതുകൊണ്ടോ ഒന്നും ഇല്ലാത്തതുകൊണ്ടോ അല്ല ചാടി പിടിച്ച് ഇങ്ങോട്ട് വന്നത്. അവൻ വ്യക്തമായിട്ട് നിങ്ങളോട് പറഞ്ഞു, എടാ ഒരാൾ അവനിപ്പോ നിനക്ക് എത്ര വയസ്സുണ്ട് അലക്സ? ഇപ്പം 21 വയസ്സ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവൻ ഇപ്പോഴും ഈ പറയുന്നത് പോലെ അവൻ്റെ വീട്ടുകാരെ ഡിപ്പെൻഡ് ചെയ്ത് തന്നെയാണ് അവൻ താമസിക്കുന്നത്. അവൻ താമസിക്കുന്നത് അവൻ്റെ വീട്ടിലാണ്, അല്ലാതെ അവൻ ഒറ്റയ്ക്ക് വീടെടുത്ത് താമസിക്കുകയൊന്നും അല്ല. ഇത് അമേരിക്കയൊന്നും അല്ല, ഇത് ഇന്ത്യയാണ്, കേരളമാണ്. അപ്പോൾ അവൻ്റെ വീട്ടുകാരെ കൂടെ നോക്കണം, മനസ്സിലായോ? അത് നിങ്ങൾ മനസ്സിലാക്കുക ചെയ്യേണ്ടത്. ഇത്രയൊക്കെ പ്രശ്നം വരുമ്പം ആ ചെറുക്കൻ അവിടെ കളിക്കാനുള്ള ബുദ്ധിമുട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഒരു വീട്ടിലിരുന്ന് ഇങ്ങനെ പ്രഷർ വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അവനെന്ത് ചെയ്യും? ഇത് ചെറിയ ഇഷ്യൂസ് ഒന്നും അല്ല ഗൈസ്. അത് അവരുടെ വീട്ടിലും നിങ്ങൾക്ക് അറിയാത്തോണ്ട് അവിടെ കളിക്കുന്ന ഓരോരുത്തരുടെ വീട്ടിൽ ഇത് അറിയുമ്പോൾ ഉള്ള ആ ഒരു അവസ്ഥ ഉണ്ടല്ലോ. അപ്പൊ ഇവനെ ആയിരിക്കും കുറ്റപ്പെടുത്തുക, അലക്സിനെ ആയിരിക്കും കുറ്റപ്പെടുത്തുക. ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ട് നീ അവിടെ എങ്ങനെ നിൽക്കുന്നു എന്നുള്ളതിന്റെ ഒക്കെ ഇത് വരുമ്പോ അലക്സിന് എന്താ തിരിച്ച് പറയാനുള്ളത്? വീട്ടുകാരുടെ ഒന്നും പറയാൻ പറ്റില്ല അവന്, മനസ്സിലായേ? നിങ്ങൾ മനസ്സിൽ ആലോചിക്കണം. നിങ്ങൾ ഈ ഹെയ്റ്റ് കൊടുക്കുമ്പോ മറ്റെന്താ പറയാ,
ഒരുമാതിരി ഇവൻ എല്ലാരും കൂടെ അങ്ങ് ഓമ്പിച്ചിട്ട് പോയിട്ടുള്ള രീതിയിൽ അങ്ങനെ പറയണത്. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ MRCയിലാണെങ്കിലും അവന് ഇവന്റെ 100% ഇട്ട് കൊടുത്തിട്ടുള്ളൂ. മനസ്സിലായി? ഇവൻ MRCയിൽ TVക്കെതിരെ കളിച്ചുകൊണ്ടിരുന്നപ്പോഴും ഇവൻ നല്ല രീതിയിൽ എടാ TVയുടെ പ്രീവാർ തന്നെ ഇവനാണ് ശരിക്കും പറഞ്ഞ ആക്ച്വലി എടുത്തത് അവിടെ MRCയുടെ ആയിട്ട് അന്നത്തെ പ്രീവാർ. അപ്പോ നീ ആലോചിച്ച് നോക്കണം, അവരെ ഫുൾ കമ്മിറ്റ്മെന്റോടെ കളിച്ച ഒരു വ്യക്തി, അതായത് എന്നിട്ട് അവന് ഇങ്ങനെ പറയുമ്പോൾ അത് അവനും നല്ല വിഷമം വരും. അത് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഇവൻ അവൻ പറഞ്ഞതുപോലെ തന്നെ 100% ആണ് കൊടുത്തത്. ഇവൻ പറയുന്നത് പോലെ അവന് ഫെയിമും പൈസയാ വേണ്ടതെങ്കിൽ അവന് വേറെ എത്ര ഗ്യാങ്ങിൽ ഫുൾ PC പറഞ്ഞ ഓഫർ വന്നിട്ടുണ്ട്. ഞാൻ പേരൊന്നും പറയുന്നില്ല. ഫുൾ PC കൊടുക്കാന്ന് പറഞ്ഞ ഓഫർ പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി ഇപ്പം ഷെയ്ക്കൊക്കെ ഓൾറെഡി PCക്ക് അഡ്വാൻസും കൊടുത്തു കഴിഞ്ഞത് ഷെയ്ക്ക് ലൈവ് പറഞ്ഞിട്ടുണ്ട്. അവനപ്പോൾ അത്രയും നല്ല സംഭവങ്ങൾ ഉണ്ടായിട്ട് അവൻ അതൊന്നും വേണ്ടെന്ന് വെച്ച് മാറണമെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ റീസൺ ഉണ്ടാവും, തക്കതായ കാരണങ്ങളുണ്ടാവും. നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിലും ഇവിടെ വന്നിട്ട് ഇങ്ങനത്തെ ഡയലോഗ് അടിക്കാതിരുന്നാൽ മതി. അത് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ചെയ്യുമ്പോൾ അത് ശരിയും അത് വേറൊരാൾ ചെയ്തു കഴിഞ്ഞാൽ അത് തെറ്റും എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അതിനാണ് ഡബിൾ സ്റ്റാൻഡേർഡ് എന്ന് വിളിക്കുന്നത്. അലക്സ ലൈവിൽ എന്ത് സീനാണോ? ഏ സീനാണോന്ന് ലൈവിൽ ചാറ്റില്? എന്താ എല്ലാരും ഉണ്ട്. ഞാൻ നിന്റെ ചാറ്റ് ഒന്ന് എടുത്ത് നോക്കട്ടെ. അവന്റെ വൈറ്റ് ലിങ്ക് ഉണ്ടോ? ഞാൻ ഇട്ടരാം. വെരി ലിങ്ക് ഇട്ടരാ ഒരു മിനിറ്റ്. കാര്യമായിട്ടുണ്ട് അവന്റെ ചാനൽ. എല്ലാവരും പോയി സപ്പോർട്ട് ചെയ്തത്. അപ്പാപ്പനെ തെറി വിളിക്കുന്നു. എന്നെ തെറി വിളിക്കുന്നുണ്ട്. അത് അല്ലല്ല ഇത്രയേ ഉള്ളൂ പറയാൻ. എനിക്ക് നിന്റെ ഒന്നും സർട്ടിഫിക്കറ്റിൻ്റെയോ അല്ലെങ്കിൽ നിന്റെ ഒന്നും ഇതിൻ്റെ ആവശ്യം എനിക്കില്ല. മനസ്സിലായോ? അതുകൊണ്ടാണ് ഇത് കണ്ടിട്ട് ഞാൻ മിണ്ടാതിരിക്കുന്നത്. മനസ്സിലായോ? അല്ലാതെ മറുപടി പറയാൻ അറിയാത്തോണ്ടൊന്നും അല്ല. ഞാനിവിടെ TV വന്ന് എന്തിനാന്നുള്ളത് അവിടെ കേവലുള്ളവർക്ക് വ്യക്തമായിട്ട് അറിയാം. ഇവിടെ ഉള്ളവർക്കും അറിയാം. എനിക്ക് പിന്നെ ഈ 2 ഗ്യാങ്ങിനെ ബോധ്യപ്പെടുത്താൽ മതി. എനിക്ക് അപ്പുറത്തെ വീട്ടിൽ അതിലൊക്കെ ചേട്ടനെ അവൻ്റെ അമ്മേനെയും അവൻ്റെ പെങ്ങളെ ഒന്നും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം എനിക്കില്ല. മനസ്സിലായോ? അപ്പം സിമ്പിളാണ് ഗൈസ്. വിളിക്കണതൊക്കെ കൊള്ളാം, പക്ഷെ ലാസ്റ്റ് ഇത് കിട്ടാൻ പോണത് വേറെ ഗ്യാങ് മെമ്പേഴ്സിനാണ് കിട്ടണത്. അത് നിങ്ങൾ ആലോചിക്കണം കേട്ടോ. ഇപ്പോഴേ പറയാം, നിങ്ങൾ ഈ പറഞ്ഞ പോലെ തെറി വിളിച്ചിട്ട് മറ്റേ മാസ് കാണിക്കാൻ നിന്ന് കഴിഞ്ഞാല് ഇത് കിട്ടാൻ പോണത് മറ്റേ ബാക്കിയുള്ള പ്ലെയേഴ്സിനാണെന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. നിങ്ങളുടെ കൂടെ നിങ്ങളൊക്കെ മറ്റെന്താ പറയാ, മറ്റേ അണ്ണാന്ന് വിളിച്ച് നടക്കുന്ന പ്ലെയേഴ്സ് ഉണ്ടാവുമല്ലോ, അവർക്കായിരിക്കും ഇത് കിട്ടുക. ലാസ്റ്റ് പിന്നെ ഇതാവല്ലേ. സമ്മതിക്കണോടാ, ഭയങ്കര ഇവരുടെ ഫാൻ ബേസ് സമ്മതിക്കണം. കാരണം എന്താ പറയാ, ഞാൻ വേണ്ട അത് പറഞ്ഞ അടുത്ത. പക്ഷെ ഞാൻ എല്ലാരെയും പറയത്തില്ല. അപ്പൊ ഇതിൽ കുറച്ചു പേരൊക്കെ ഇവനെ അതായത് ഓൾ ദി ബെസ്റ്റ് എന്ന് പറഞ്ഞ് പറഞ്ഞു വിടുന്നവരുണ്ട്. പക്ഷെ ചിലവര് എന്ന് വെച്ച് കഴിഞ്ഞാല് അതായത് ഇച്ചിരി പോലും അതായത് ഒരു ബ്രെയിൻ ഉപയോഗിക്കാത്ത കുറച്ച് പേരുണ്ടെന്ന് മനസ്സിലായി. 1% ആൾക്കാർ ഇവന്റെ അടുത്ത് ഓൾ ദി ബെസ്റ്റ് എന്ന് പറഞ്ഞ് അതായത് ഇതാക്കി വിടുന്നുണ്ട്. പക്ഷെ ബാക്കിയുള്ളവർക്കാണ് ഈ പ്രശ്നമൊക്കെ. സത്യം പറഞ്ഞ അലക്സ്, നീ ഇതോർത്തൊന്നും വിഷമിക്കേണ്ട ഒരാവശ്യമില്ല. കാരണം കുറച്ച് കഴിയുമ്പോണ്ടല്ലോ ഇതൊക്കെ അങ്ങ് പോകും. ഈ 4 പേര് തെറി വിളിക്കാൻ വരുന്നുള്ളൂ, ബാക്കി 40 പേര് നിന്നെ സപ്പോർട്ട് ചെയ്യാനുണ്ട്. മനസ്സിലായ? ഞാൻ ആലോചിക്കുന്നത് അതല്ലേ, മീൻസ് ഇന്നലെ വരെ നല്ല രീതിക്ക് മെസ്സേജ് പെട്ടെന്ന് തെറി മീൻസ് അങ്ങനെ ഞാൻ എന്ത് ചെയ്തെന്ന് അറിഞ്ഞൂടെ. നിനക്കിത് ആദ്യമായിട്ടല്ലേ? ഇതൊക്കെ സ്ഥിരമാണ്. ഇതൊക്കെ നമ്മൾ എത്ര 6 കൊല്ലം ആദ്യമായിട്ടാ മനസ്സിലായി. ആദ്യം ആയതുകൊണ്ടാണ് ഇത് സ്ഥിരമാ. Ignore the negative comments and love from TV. Explain Gaming, thank you for the 1K run. ബ്രെയിനുള്ള ഫാൻസും ഉണ്ട്. ഒരാവശ്യമില്ല. നീ നിന്റെ സൈഡ് ക്ലിയർ ആക്കിയിട്ട് നിനക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറഞ്ഞിട്ട് നിന്റെ കാര്യം നോക്കുക. അല്ലാണ്ട് അതായത് വേറെ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട.